നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറേ സവാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സവാള ഉപയോഗിച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. സവാള കൊണ്ടുള്ള തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് എത്രത്തോളം സവാള ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. കുറഞ്ഞത് ഒരു 1/2 കിലോ സവാളയെങ്കിലും ഉപയോഗിക്കണം. ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ സവാള തോരൻ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സവാള സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞത് 1/2 കിലോ സവാളയെങ്കിലും ഉപയോഗിക്കണം ഈ സവാള തോരന് വേണ്ടിയിട്ട്. 5 or 6 സവാള എടുക്കാം. നമുക്ക് ഒരു മീഡിയം സൈസ് ഉള്ളത്. ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ്. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാന്താരി മുളകാണ്. കാന്താരി മുളകിന് പകരമായിട്ട് നമുക്ക് സാധാ പച്ചമുളക് എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10ഓളം കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരട്ടെ. അതുവരെ നമുക്കിത് വഴച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് സവാള ചേർക്കാം. നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത്. ഈ സവാള പാനിലോട്ട് ചേർക്കാം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സവാള ഇരുന്നിട്ട് വഴന്ന് വരട്ടെ. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇങ്ങനെ കിടന്നിട്ട് വേണം സവാള വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. കണ്ടോ, അടിയിൽ വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് സ്പൈസസ് ചേർക്കാം. ഓൾറെഡി നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിലോട്ട് മുളക് പൊടി ചേർക്കണം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ആയാലും മതി. ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കട്ടോ. പക്ഷെ ഇപ്പോഴല്ല, തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/2 മുറിയാണ്. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ടായിരിക്കും കേട്ടോ. ഈ തേങ്ങ ചിരവിയത് ഞാനിത് പാനിലോട്ട് ചേർക്കുകയാണ്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും ഈ ഉള്ളിത്തോരൻ, അതായത് ഈ സവാള കൊണ്ട് ഉണ്ടാക്കുന്ന തോരന് ഒരിക്കലും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. വെള്ളം ഇറങ്ങി വരും. അങ്ങനെയാകുമ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടില്ല. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ തേങ്ങയൊന്ന് കുക്കായി വരണം. അതുവരെ വയ്ക്കാം. വെരി ലോ ഫ്ലെയിമിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിത് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഒരു പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള സവാള തോരൻ അല്ലെങ്കിൽ ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സവാള കൊണ്ടുള്ള സ്പെഷ്യൽ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തോരൻ നല്ല കോമ്പിനേഷൻ ആട്ടോ. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.